കാറ്റത്ത് കിളിക്കൂടിൻ്റെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡിൻ്റെ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. നിധി തൻ്റെ കയ്യിൽ നിന്നും താലി വാങ്ങി കഴുത്തിലണിഞ്ഞ് തനിക്കും തൻ്റെ വീട്ടുകാർക്ക് വേണ്ടി നീതുവിൻ്റെ അച്ഛനോടും അമ്മയോടും വാദിച്ചത് സുധീഷിനെ ആകെ സന്തോഷത്തിലാക്കുകയാ. നീതുവിൻ്റെ അച്ഛനും അമ്മയും പോയി കഴിഞ്ഞ് അവർ ഹാളിലേക്ക് കയറുമ്പോഴേക്കും പോവേണ്ടെന്ന് പറഞ്ഞിട്ടും ഹരീഷും സുധീഷും നീതുവിൻ്റെ വീട്ടിലേക്ക് പോയതിനെ ചൊല്ലി സുഭാഷും നിധിയും അവരെ ചോദ്യം ചെയ്യുകയാ. നമ്മുടെ വീടിനെ കുറിച്ച് മോശം പറഞ്ഞത് കേട്ട് വെറുതെ ഇരിക്കാൻ കഴിഞ്ഞില്ലെന്നും അതുകൊണ്ടാ പോയതെന്നും സുധീഷും പറയുന്നുണ്ട്. അങ്ങനെ പോവാൻ പാടില്ലായിരുന്നുവെന്നും ഇപ്പോൾ പ്രശ്നങ്ങൾ കൂടുതൽ വഷളായില്ലേ എന്നും ഇങ്ങനെ വഴക്കുണ്ടാക്കി നടന്നാൽ ജീവിതത്തിൽ നല്ലതൊന്നും നടക്കില്ലെന്നും എന്തിനും ഏതിനും ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നത് എന്തിനായെന്നും സുഭാഷ് ഏട്ടൻ അവരെ വഴക്കു പറയുന്നുണ്ട്. വഴക്കുണ്ടാക്കാതെ പാവമായിരുന്നാൽ അവർ തലയിൽ കയറി നിരങ്ങുമെന്നും ഞങ്ങൾ ചെയ്തത് തന്നെയാ ശരിയെന്ന് സുധീഷും പറയുന്നുണ്ട്. അപ്പോഴാണ് ഒന്നും മിണ്ടാതെ നിൽക്കുകയായിരുന്ന നിധിയെ ശ്രദ്ധിച്ച് സന്തോഷത്തോടുകൂടി സുധീഷ് പറയുന്നത്, നിധി കലക്കി, മൊത്തത്തിൽ അങ്ങ് മിന്നിച്ചു എന്ന് സുധീഷ് പറയേ. സുഭാഷ് ഏട്ടനും അതേ മോള് പെട്ടെന്ന് വന്ന് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ എനിക്കും വല്ലാത്ത അതിശയം തോന്നി എന്നവൻ സന്തോഷത്തോടെ പറയേ. ഞാൻ പറഞ്ഞത് സത്യം തന്നെയല്ലേ സുഭാഷ് ഏട്ടാ? എപ്പോഴും പെണ്ണുങ്ങൾ വാഴാത്ത വീടെന്ന് പറഞ്ഞാ അതിനെന്താ അർത്ഥം? ഞാനൊരു പെണ്ണല്ലേ, ഈ വീട്ടിലല്ലേ ഞാനും താമസിക്കുന്നത്, അത് അവരുടെ അടുത്ത് പറയണമെന്ന് തോന്നി എന്ന് നിധിയും നികേഷും പറയുകയാ. ഏട്ടത്തി പറഞ്ഞു തുടങ്ങിയപ്പോഴേ അവരുടെ വായടഞ്ഞു. അവരുടെ കയ്യിൽ ആകെയുണ്ടായിരുന്നൊരു പിടിവള്ളി നമ്മുടെ വീടിന്റെ മോശപ്പേരായിരുന്നു. അത് ഏട്ടത്തി തച്ചുടച്ചപ്പോ അവരുടെ തലയും താഴ്ന്നുപോയി എന്ന് പറയുന്നത് കേൾക്കെ നിധിയും ഒരു പുഞ്ചിരിയോടെ അവരെ തന്നെ നോക്കി നിൽപ്പാ. സുധീഷും സന്തോഷത്തോടുകൂടി എന്നാലും എന്റെ നിധി ആ താലിയും കയ്യിൽ പിടിച്ച് അവരെ എതിർത്തേ ഞങ്ങൾക്ക് വേണ്ടി സംസാരിച്ചില്ലേ, അതായിരുന്നു മാസ് എന്ന് പറഞ്ഞ സന്തോഷത്തോടെ അവളെ നോക്കി ചിരിക്കെ അവളും തന്റെ കഴുത്തിൽ കിടക്കുന്ന താലിമാലയിലേക്ക് ഒരു നിമിഷം നോക്കി അത് കഴുത്തിൽ നിന്നും അഴിച്ചെടുക്കുകയാ. ആ കാഴ്ച കണ്ട് സുധീഷും ആകെ ടെൻഷനോടെ എന്താ നിധി, എന്തിനാ ഇപ്പോ അത് അഴിക്കുന്നേ എന്നൊക്കെ വിളിച്ച് ചോദിക്കുന്നുണ്ടെങ്കിലും നിധി അതൊന്നും മൈൻഡ് ചെയ്യാതെ തന്റെ കഴുത്തിലെ താലിമാല അഴിച്ചെടുക്കുകയാ. ആ കാഴ്ച കണ്ട് അമ്പരപ്പോടെ നോക്കി നിൽക്കിയ സുഭാഷ് ഏട്ടനും ഹരീഷും നികേഷുമെല്ലാം സുധീഷും ആകെ വെപ്രാളത്തോടെ നിധി വേണ്ട നിധി, അഴിക്കല്ലേ നിധി, പറയുന്നതൊന്ന് കേൾക്ക് നിധി എന്നൊക്കെ വിളിച്ച് പറയുന്നുണ്ടെങ്കിലും അവൾ ആ താലിമാലയും കയ്യിൽ പിടിച്ച് സുധീഷിന്റെ അടുത്തേക്ക് നടന്നു നീങ്ങുകയാ. വേണ്ട നിധി, പറയുന്നത് കേൾക്ക് നിധി എന്നൊക്കെ സുധീഷ് പറയുന്നുണ്ടെങ്കിലും അവൾ അവന്റെ അരികിലേക്ക് നടന്നു ചെന്ന് ആ താലിമാല അവന്റെ കയ്യിലേക്ക് വെച്ചു കൊടുക്കുകയാ. എന്താ നിധി ഈ കാണിക്കുന്നേ എന്ന് വെപ്രാളത്തോടെ സുധീഷ് ചോദിക്കേ. ഭദ്രമായി സൂക്ഷിച്ചു വെക്കെന്ന് പറഞ്ഞ് ആ താലിമാല അവന്റെ കയ്യിലേക്ക് കൊടുത്ത് നിധി അവിടുന്ന് തന്റെ റൂമിലേക്കായി പോവുകയാ. ആ കാഴ്ച കണ്ട് സുഭാഷും ഹരീഷും നികേഷുമെല്ലാം ആകെ ടെൻഷനോടെ നിൽപ്പാ. അവരുടെ മുഖത്തേക്കെല്ലാം ഒരു നിമിഷം നോക്കി സുധീഷ് പൊട്ടിച്ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടെ നികേഷിനും ഹരീഷിനും സുഭാഷേട്ടനുമെല്ലാം ഉമ്മ കൊടുക്കുകയാ. കയ്യിലെ താലിമലയിലേക്ക് നോക്കി അവൻ പൊട്ടിച്ചിരിക്കുന്നത് കാണേ എന്താ സുധീഷേട്ട ഈ കാണിക്കുന്നത്? സുധീഷേട്ടൻ ഇപ്പോഴത്തെ സീൻ മനസ്സിലായില്ലേ? ഏടതി വീണ്ടും ആ താലിമാല അഴിച്ചു തന്നാ പോയത് എന്നൊക്കെ അവൻ ടെൻഷനോടെ പറയേ. അങ്ങനെ ആവട്ടെ നികേഷേ, എന്നാലും ഈ വീട്ടിലൊരു പ്രശ്നം വന്നപ്പോ താലിയും കഴുത്തിലിട്ട് എന്റെ ഭാര്യയായി നിന്ന് അവൾ സംസാരിച്ചത് കണ്ടില്ലേ, അതല്ലേ പ്രധാനം. ഈ താലിയും കഴുത്തിലിട്ട് അവൾ എന്തൊക്കെയാ പറഞ്ഞതെന്ന് കേട്ടില്ലേ? ഞാൻ ഈ വീട്ടിലെ മരുമകളാണെന്ന് പറഞ്ഞു, ഈ സുധീഷിന്റെ ഭാര്യയാണെന്ന് പറഞ്ഞു. ഇതിനു മേലെ ഇനി എന്തു വേണം? എന്റെ മനസ്സിൽ 1000 പ്രണയഗാനങ്ങൾ അലയടിക്കുകയാ. അത്തരത്തിലൊരു ഫീലിംഗിലാ ഞാനിപ്പോ എന്ന് പറഞ്ഞവൻ ആ താലിമാലയും കയ്യിൽ പിടിച്ച് സന്തോഷത്തോടെ ഡാൻസ് കളിക്കുകയാ. ഹരീഷിന്റെ വീട്ടിലേക്ക് പോയ നീതുവിന്റെ അച്ഛനും അമ്മയും മടങ്ങിയെത്തുമ്പോഴേക്കും അവിടെ അഖിലും നീതുവും തമ്മിൽ വഴക്കും അടിപിടിയുമായിരുന്നു. അകത്തേക്ക് കയറി അവരെ രണ്ടുപേരെയും വഴക്കു പറയുകയാണ് നീതുവിന്റെ അമ്മ. തന്റെ ദേഹത്ത് കൈവച്ചാൽ താനും ചുമ്മാതിരിക്കില്ലെന്നും ഒരടിക്ക് 4 അടി വെച്ച് തിരിച്ചു കൊടുക്കുമെന്നും നീതുവും പറയുന്നുണ്ട്. അവൻ തല്ലിയെന്ന് കരുതി നീ തിരിച്ചു തല്ലണോ എന്നമ്മ ചോദിക്കേ. ഇങ്ങനെ തന്നെ അമ്മ ചോദിക്കണം, അടി വാങ്ങിയിട്ട് മിണ്ടാതെ നിൽക്കണമെന്നാണോ? അതിനൊന്നും എന്നെ കിട്ടില്ലെന്ന് നീതുവും പറയുകയാ. താൻ ചുമ്മാ തല്ലിയതല്ലെന്നും അവൾ ലവ് ചെയ്യുന്ന ആ വൃത്തികെട്ടവൻ അവന്റെ ചേട്ടനെയും കൂട്ടി വന്ന് തന്നെ വീട്ടിൽ കയറി തല്ലിയതുകൊണ്ടാണെന്നും അതിന് കാരണക്കാരിയായ നീതുവിനെ താൻ കൊല്ലുമെന്നും അഖിലും ദേഷ്യത്തോടെ പറയുന്നുണ്ട്. കൊല്ലാൻ തന്റെ കൈ പൊങ്ങില്ലെന്ന് നീതു വെല്ലുവിളിയോടെ പറയേ. എന്ത് ചെയ്യുമടി നീ എന്നഖിൽ ദേഷ്യത്തോടെ ചോദിക്കേ. നീതു അവനെ തല്ലി ചതയ്ക്കുകയാ. അവർ തമ്മിൽ വീണ്ടും വഴക്കും അടിയും ആവുമ്പോഴേക്കും അമ്മ അവരെ പിടിച്ചു മാറ്റി എന്താടി നീ പറഞ്ഞ കേൾക്കില്ലേ എന്ന് ചോദിച്ച് നീതുവിനെ പൊതിരി തല്ലുകയാ. ഇപ്പൊ അമ്മ എന്തിനാ എന്നെ അടിക്കണേ എന്ന് നീതു ചോദിക്കേ. അവളുടെ അച്ഛനും പറയുന്നുണ്ട്, ഞങ്ങൾ ആ ഹരീഷിന്റെ വീട്ടിൽ പോയി സംസാരിച്ചു വരികയാ. ഇനി നിന്നെ അവന്റെ കടയിലോ ആ പരിസരത്തോ കണ്ടാ നിന്നെ ഞാൻ കൊന്നു കളയുമെന്ന്. ഞാൻ അവനെ കടയിൽ പോയി കാണും, നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ചെയ്യെന്ന് നീതുവും വെല്ലുവിളിക്കുക. ഇനി ഒരു പ്രാവശ്യം അവന്റെ കടയിലേക്കെങ്ങാനും അവനെ കാണാൻ പോയാലുണ്ടല്ലോ നിന്റെ കാല് ഞാൻ തല്ലി ഒടിക്കുമെന്ന് ചേട്ടനും പറയുന്നുണ്ട്. ഞാൻ പോവും, ഇയാളെ കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും? ഞാനിപ്പോ ഇവിടെയില്ലേ നിൽക്കുന്നത്, എന്റെ കാല് തല്ലി ഒടിക്ക്
എന്നവൾ പറയുന്നത് കേൾക്കെ അഖിൽ വീണ്ടും അവളെ അടിക്കാനായി തുടങ്ങുമ്പോഴേക്കും അവളും തിരിച്ചടിക്കാനായി തുടങ്ങുന്നുണ്ട്. അച്ഛനും അമ്മയും അവർ രണ്ടുപേരെയും പിടിച്ചു മാറ്റുകയാ. നീതുവിന്റെ അമ്മ നീതുവിനോടായി പറയുകയാ, നിന്നെ കുറിച്ച് ഓർക്കുന്നത് തന്നെ അപമാനമാണടി. നാട്ടിലുള്ള എല്ലാവർക്കും നിന്റെ യോഗ്യത എന്താണെന്ന് മനസ്സിലായി. ലവ് ചെയ്തത് ചെയ്തു. ഒരു നല്ല കുടുംബത്തിലെ പയ്യനെ കണ്ടുപിടിച്ച് ലവ് ചെയ്തുകൂടായിരുന്നോ? ഈ നാട്ടിൽ ഇത്രയും മോശപ്പെട്ട ഒരു കുടുംബത്തിലെ പയ്യനെ പോയി ലവ് ചെയ്തിരിക്കുന്നു എന്ന് അമ്മ പരിഹസിക്കുന്നവൾക്ക് അമ്മ എന്തു വേണേലും പറഞ്ഞോ, പക്ഷേ ഹരീഷിനെ മാത്രമേ ഞാൻ ലവ് ചെയ്യൂ, അവനെ മാത്രമേ കല്യാണം കഴിക്കൂ എന്നവൾ പറയുന്നത് കേൾക്കെ എന്താടി പറഞ്ഞത്, കല്യാണം കഴിക്കുമെന്നോ എന്ന് ചോദിച്ച അമ്മ അവളെ ദേഷ്യത്തോടെ അടിക്കാനായി തുടങ്ങുകയാ. അത് കണ്ട് അവളുടെ അച്ഛനും അമ്മയെ പിടിച്ചു മാറ്റി. ഇങ്ങനെ അടിച്ചടിച്ച് അതിനെന്തെങ്കിലും അസുഖം വരും എന്ന് പറയേ നിങ്ങളും മോളെ സപ്പോർട്ട് ചെയ്യുകയാണോ? ഇവൾക്കൊരു നല്ല പയ്യനെ കണ്ടുപിടിച്ച് ലവ് ചെയ്യാമായിരുന്നില്ലേ? ഇങ്ങനെ ഒരു മോശപ്പെട്ട വീട്ടിലെ പയ്യനെ തേടിപ്പിടിച്ച് ലവ് ചെയ്തിരിക്കുന്നു. അത് കണ്ടിട്ട് ഞാൻ ചുമ്മാതിരിക്കണോ എന്നമ്മ ചോദിക്കേ. ആരാ വൃത്തികെട്ടവൻ? അമ്മ പ്രസവിച്ച ഈ മോനില്ലേ, ഇവനാ വൃത്തികെട്ടവൻ എന്ന് നീതവും വിളിച്ചു പറയുന്നുണ്ട്. ആരടി വൃത്തികെട്ടവൻ എന്ന് ചോദിച്ച് അഖിൽ അവളുടെ നേരെ ചെല്ലുന്നുണ്ടെങ്കിലും അച്ഛൻ അവനെ തടയുകയാ. അമ്മേ, ഇവൾക്ക് ഭ്രാന്തായി, ഇവളൊന്നും ഒരു പെണ്ണല്ല, പിശാച്, വീട്ടിൽ പിടിച്ച് കെട്ടിയിട് എന്നകിൽ പറയേ. നീ തന്നെയാടാ പിശാച് എന്ന് പറഞ്ഞ് നീതു തന്റെ റൂമിലേക്ക് പോയി ഡോറടച്ച് കട്ടിലേക്ക് ഇരിക്കുക. അവളുടെ അമ്മയും ദേഷ്യത്തോടെ പറയുന്നുണ്ട്, ഇങ്ങനെയൊരു ജന്മം ഇവൾ ആരെയും അനുസരിക്കില്ല, എല്ലാവർക്കും അപമാനമുണ്ടാക്കാനായി ജനിച്ചവൾ, ഇനി ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയ അടിച്ചു കൊല്ലും ഞാൻ ഇവളെ എന്ന് പറയേ. അതാദ്യം ചെയ്തു കാണിക്കേ, ഒരു പെണ്ണാണോ ഇവള്, നമ്മുടെ വീടിന് അപമാനമുണ്ടാക്കാനായി ജനിച്ചവള് എന്ന് പറഞ്ഞ് അഖിലും ദേഷ്യത്തോടെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയാണ്. സൺഡേ ആയതിനാൽ ഹാളിലിരുന്ന് ലുഡോ കളിക്കുകയാണ് സുധീഷും നികേഷും നിധിയുമെല്ലാം. അപ്പോഴാണ് ജോലിക്ക് പോകാൻ റെഡിയായി ഹരീഷ് അങ്ങോട്ട് വരുന്നത്. അവനെയും സുധീഷ് കളിക്കാൻ വിളിക്കുന്നുണ്ടെങ്കിലും കളിക്കാനോ, ഇയാൾക്ക് ജോലിയൊന്നുമില്ലേ എന്ന് ഹരീഷ് ചോദിക്കുക. സുധീഷ് ഒരു ചമ്മലോടെ അവനെ നോക്കുമ്പോഴേക്കും അയ്യോ സോറി, ഇയാൾക്ക് ജോലിയൊന്നുമില്ലല്ലേ, മറന്നുപോയി എന്ന് പറയേ. നീ എന്താ എന്നെ പരിഹസിക്കുകയാണോ എന്ന് ചോദിച്ച് സുധീഷ് അവനെ വഴക്ക് പറഞ്ഞ് ജോലിക്ക് പോവാനായി പറയുകയാണ്. അത് സംബന്ധിച്ച് ഹരീഷ് വീണ്ടും പോവാൻ തുടങ്ങുമ്പോഴേക്കും നിധിയും അവനെ കളിക്കാനായി വിളിക്കുന്നുണ്ട്. ഇല്ല ഇടത്തി, ജോലിയുണ്ടെന്ന് ഹരീഷ് പറയേ. ഇന്ന് ഞായറാഴ്ചയല്ലേ, ഇന്ന് എന്ത് ജോലിയാ, കളിക്കാൻ വാ ഏട്ടാ എന്ന് നികേഷും വിളിക്കുക. അത് കേൾക്കെ നികേഷും അത് അങ്ങനെയല്ലടാ നികേഷേ, വീട്ടിൽ വഴക്കുണ്ടായില്ലേ, അതാ സാറ് കടയിൽ പോയി ശാന്തമായി ഇരിക്കാൻ തീരുമാനിച്ചത് എന്ന് സുധീഷ് പറയേ. രാവിലെ നടന്നതിനെ കുറിച്ച് ആർക്കും ഓർമ്മ തന്നെയില്ല. ഹരീഷ് വന്നിരിക്കുന്ന നിധി നിർബന്ധിക്കെ ശരിയെന്ന് പറഞ്ഞ് ഹരീഷും അവരുടെ കൂടെ കളിക്കാനേ ഇരിക്കുക. സന്തോഷത്തോടെ കളിച്ചുകൊണ്ടിരിക്കുന്ന നിധിയെ കാണേ ആ താലിമാലയും കഴുത്തിലിട്ട് എന്ന് സുധീഷിന്റെ വീട്ടിലേക്ക് അവന്റെ ഭാര്യയായി ഞാൻ കയറി വന്നുവോ. അന്ന് ഈ വീടിനെ കുറിച്ച് നാട്ടുകാർ പറയുന്ന മോശം വാക്കുകളൊന്നും ഇല്ലാതായെന്ന് നിധി പറയുന്നത് അവൻ സന്തോഷത്തോടെ ഓർത്തെടുക്കുക. നിധിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമല്ലോ, എന്താ ഇപ്പൊ ചെയ്യാ, പുറത്തെങ്ങോട്ടേലും ട്രിപ്പ് പോയാലോ, നികേഷിനോടൊന്ന് പറഞ്ഞു നോക്കാം എന്ന് മനസ്സിൽ പറഞ്ഞ് നികേഷിനെ തന്റെ അരികിലേക്ക് വിളിച്ച് രഹസ്യമായി നമുക്കെല്ലാവർക്കും കൂടി ഒന്ന് പുറത്തു പോയാലോ എന്ന് ചോദിക്കുക. എവിടേക്ക് എന്ന് നികേഷ് ചോദിക്കേ. എവിടെയെങ്കിലും നമുക്ക് ഫാമിലിയായി ഒന്നിച്ചു പോവാം എന്ന് സുധീഷ് പറയേ. ഇതിത്ര ചോദിക്കാൻ എന്തിരിക്കുന്നു, ഉറപ്പായും പോകാമെന്ന് നികേഷും. ഏടത്തിയെ നീ വിളിക്കില്ലേ എന്ന് സുധീഷ് ചോദിക്കേ. ഇത് പറയാനാണോ എന്നെ വിളിച്ചത് എന്ന് നികേഷും ചോദിക്കുന്നുണ്ട്. എവിടെയെങ്കിലും പോകാമെന്ന് കരുതി, അപ്പോ ഏട്ടത്തിയും കൂടെ വേണോ വേണ്ടയോ എന്ന് സുധീഷ് ചോദിക്കെ. ഏടത്തി വേണമെന്ന് നികേഷും. അവർ രഹസ്യം പറയുന്നത് നിധിയും ശ്രദ്ധിക്കുന്നുണ്ട്. എന്നാ പിന്നെ നിന്റെ ഏടത്തിയെ വിളിക്കെന്ന് സുധീഷ് പറയേ. ശരി, എങ്ങോട്ട് പോകുമെന്നാ പറയേണ്ടത് എന്ന് നികേഷ് ചോദിക്കുന്നു. ബീച്ചിലേക്ക് പോകുമെന്ന് പറ എന്ന് സുധീഷ് പറയേ. അയ്യോ ഞാൻ വിളിക്കില്ല, സുധീഷ് ഏട്ടൻ വിളിക്കുന്ന നികേഷും. വിളിക്കട അങ്ങോട്ട് എന്ന് ദേഷ്യത്തോടെ സുധീഷ് പറയേ. എന്താ, കുറച്ചു നേരമായി രണ്ടുപേരും എന്തോ രഹസ്യം പറയുന്നുണ്ടല്ലോ എന്നവൾ സംശയത്തോടെ ചോദിക്കേ. ഏടത്തി, സുധീഷ് ഏട്ടൻ നമുക്കെല്ലാവർക്കും കൂടി ബീച്ചിലേക്ക് പോയാലെന്ന് ചോദിക്കുന്നുണ്ട് എന്ന് നികേഷ് പറയുന്നത് കേൾക്ക് അയ്യോ ഇവൻ എന്നെ പെടുത്തിയല്ലോ എന്ന് മനസ്സിൽ പറഞ്ഞ് നികേഷിനോടായി എടാ ഞാൻ വിളിച്ച വരില്ലെന്ന് കരുതിയാ നിന്നോട് വിളിക്കാൻ പറഞ്ഞത് എന്ന് ദേഷ്യത്തോടെ പറയേ. ബീച്ചിലേക്കോ എന്ന് നിധിയും ചോദിക്കുന്നുണ്ട്. അതെ ഏടത്തി, നമുക്കെല്ലാവർക്കും കൂടി ബീച്ചിലേക്ക് പോവാമെന്ന് സുധീഷ് ഏട്ടൻ പറഞ്ഞു, പോയാലോ എന്ന് നികേഷ് ചോദിക്കേ. പോവാം എന്ന് നിധിയും സമ്മതിക്കുകയും. അതുകൾക്ക് അമ്പരപ്പോടെ സുധീഷും പോവാമെന്നോ എന്ന് ചോദിക്കേ. പോവാലോ, എനിക്കും പുറത്തെവിടെയെങ്കിലും പോവണമെന്നുണ്ടായിരുന്നു എന്ന് നിധി പറയുകയാണ്. അപ്പോഴാണ് സുഭാഷ് ഏട്ടൻ അങ്ങോട്ട് വരുന്നത്. സുഭാഷ് ഏട്ടാ ബീച്ചിലേക്ക് പോയാലോ എന്ന് നിധി ചോദിക്കേ. പോവാമെന്ന് സുഭാഷ് ഏട്ടനും സമ്മതിക്കുക. എടാ ഹരീഷേ നീ ഓക്കെ അല്ലേ എന്ന് സുഭാഷ് ചോദിക്കേ. ഇല്ല സുഭാഷ് ഏട്ടാ, എനിക്ക് കുറച്ച് ജോലി തീർക്കാനുണ്ട് എന്ന് ഹരീഷും പറയുകയാ. ഇന്നെന്താടാ ജോലി, ഇന്ന് ഞായറാഴ്ചയല്ലേ എന്ന് സുഭാഷ് ഏട്ടൻ ചോദിക്കേ. അല്ല സുഭാഷ് ഏട്ടാ, ഒരു വണ്ടി ഡെലിവറി കൊടുക്കാനുണ്ടെന്ന് ഹരീഷും. സൺഡേ ആയതുകൊണ്ട് ആരാ നിന്റെ കടയിൽ വന്ന് വണ്ടി ഡെലിവറി വാങ്ങാൻ നിൽക്കുന്നേ, ചുമ്മാ വാടാ എന്ന് സുധീഷ് വിളിക്കേ. സൺഡേ ആയതുകൊണ്ട് എല്ലാവരും വെളിയിൽ കുടുംബത്തോടൊപ്പം പോകുന്നതല്ലേ, അങ്ങനെയാവുമ്പോ കസ്റ്റമർക്ക് വണ്ടിയും വേണ്ടി വരില്ലേ, ഞാൻ കടയിലേക്ക് പോവുകയാ, നിങ്ങളെല്ലാവരും പോയിട്ട് വാ എന്ന് ഹരീഷ് പറയുന്നുണ്ട്. എന്തായാലും നിങ്ങൾ തമ്മിൽ സംസാരിച്ച് ഒരു തീരുമാനത്തിലെത്ത്
ഞാൻ പോയി റെഡി ആവട്ടെ എന്ന് പറഞ്ഞ് നികേഷ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ്. എല്ലാരും വരുന്നുണ്ട്. വാ ഹരീഷേ എന്ന് സുധീഷ് വിളിക്കേ. സുധീഷേ, അവന് വെറുതെ വിട്, അവൻ ജോലിയുണ്ടെന്നല്ലേ പറഞ്ഞു. അവൻ പോട്ടെ എന്ന് സുഭാഷേട്ടൻ പറയേ. എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ, ഞാൻ പോയി റെഡി ആവട്ടെ എന്ന് പറഞ്ഞ് സുധീഷും എഴുന്നേറ്റ് പോവുകയാണ്. നിധിയും എഴുന്നേറ്റ് റെഡി ആവാനായി പോകുമ്പോഴേക്കും ഹരീഷും കടയിലേക്ക് പോവുകയാണ്. പിന്നീട് സുഭാഷേട്ടൻ റെഡിയായി ബീച്ചിലേക്ക് കൊണ്ടുപോകാനുള്ള ഫുഡ് ഐറ്റംസും ഒരു ബെഡ്ഷീറ്റുമെല്ലാം ബിഗ് ഷോപ്പറിൽ എടുത്തു വെക്കുന്നത് കണ്ട് എല്ലാം ഓക്കെയാ, പക്ഷേ ബെഡ്ഷീറ്റ് എന്തിനാ എന്ന് സുധീഷ് ചോദിക്കുന്നുണ്ട്. അവിടെ എവിടെയെങ്കിലും ഇരിക്കണമെന്ന് തോന്നിയാ നിധിക്ക് വേണ്ടി എടുത്തതാ എന്ന് സുഭാഷേട്ടൻ പറയേ. ഓ, അനിയത്തിയോടുള്ള സ്നേഹം എടുക്കെന്ന് സുധീഷും പറയുകയാണ്. ഫുഡ് ഐറ്റംസ് എല്ലാം എടുത്തു വെച്ചുകൊണ്ട് ഇതെല്ലാം അവിടെ നിന്ന് വിശക്കുമ്പോൾ കഴിക്കാനാണെന്ന് സുഭാഷേട്ടൻ പറയേ. കഴിക്കാനുള്ളതെല്ലാം അവിടെ വിൽക്കാനുണ്ടെന്നും സുഭാഷേട്ടൻ ഇതുമായി പോവേണ്ടതിന്റെ വല്ല ആവശ്യവും ഉണ്ടോ എന്ന് സുധീഷ് ചോദിക്കുന്നുണ്ട്. സുഭാഷേട്ടൻ ചെയ്യുന്നതാണ് ശരിയെന്നും അവിടുന്ന് ഓരോന്ന് കഴിച്ച് വയറ് കേടാക്കാതെ ഇങ്ങനെയുള്ള ഹെൽത്തി ആയത് കഴിക്കുന്നതാണ് നല്ലതെന്നും നിധിയും ഓർമ്മിപ്പിക്കുന്നുണ്ട്. അപ്പോഴാണ് ഉമ്മറത്ത് പാട്ടും പാടിക്കൊണ്ടിരിക്കുന്ന അച്ഛനെ നിധി ശ്രദ്ധിക്കുന്നത്. അച്ഛൻ വരുന്നില്ലേ എന്ന് നിധി ചോദിക്കെ അച്ഛനൊന്നും വേണ്ടെന്ന് സുധീഷും. അച്ഛനെയും കൂടെ കൂട്ടാം എന്ന് നിധി പറയുന്നുണ്ടെങ്കിലും അയാൾ എന്തിനായെന്ന് സുധീഷും ചോദിക്കുക. എല്ലാവരും കുടുംബമായിട്ടല്ലേ പോകുന്നത്, അച്ഛനെ എങ്ങനെ ഒഴിവാക്കണോ, അച്ഛനെയും കൂടെ കൂട്ടാം എന്നവൾ പറയേ. അച്ഛൻ വിളിച്ചാലും വരുമെന്ന് തോന്നുന്നില്ല, ഇനിയിപ്പോ വന്നാലും അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കും, അത് വേണ്ട മോളെ എന്ന് സുഭാഷേട്ടനും പറയുകയാണ്. കണ്ടില്ലേ, നിന്റെ സുഭാഷേട്ടൻ പറഞ്ഞു അച്ഛനെ ഒന്നും കൊണ്ടുപോവേണ്ട, നമുക്ക് പോയിട്ട് വരാം എന്ന് സുധീഷും പറയുക. അതെ ഏട്ടത്തി, അച്ഛൻ വേണ്ട, എല്ലാവരും ജോലിയായി പോകുമ്പോ അച്ഛൻ എന്തിനാ, അച്ഛൻ വന്നാ ഉള്ള സന്തോഷം കൂടി ഇല്ലാതാവും എന്നവൻ പറയേ. നികേഷേ, വെറുതെ ഇരിക്കെ, അച്ഛൻ കൂടി വന്നാൽ എന്താ, എല്ലാവരും ഒന്നിച്ചു പോകുമ്പോ അച്ഛനെ മാത്രം തനിച്ചാക്കിയ അത് നല്ല കാര്യമല്ലല്ലോ, അച്ഛനും കൂടി വരട്ടെ സുഭാഷേട്ടാ. ശരി, നിങ്ങൾ എല്ലാവരും റെഡി ആയിക്കോ, ഞാൻ അച്ഛനെ ചെന്ന് വിളിക്കാം എന്ന് പറഞ്ഞവൾ ഉമ്മറത്തേക്ക് പോവുകയാണ്. ഉമ്മറത്ത് റേഡിയോയിൽ പാട്ടും വെച്ച് ആ പാട്ടിനൊത്ത് പാട്ടും പാടിക്കൊണ്ടിരിപ്പാ അച്ഛനും. നിധി അച്ഛന്റെ അരികിലേക്ക് ചെന്ന് ഒരു ചുമ വരുത്തേ. എന്താ മോളെ, തൊണ്ടയിൽ കിച്ചിക്കിച്ചാ, രാവിലെ നീ അലറി വിളിച്ചത് അത്തരത്തിലാണല്ലോ എന്ന് ചോദിക്കേ. അല്ല, അകത്ത് ഞങ്ങൾ സംസാരിക്കുന്നത് അച്ഛൻ കേട്ടോ എന്ന് നിധി ചോദിക്കുന്നു. കേൾക്കാതിരിക്കാൻ വേണ്ടിയല്ലേ ഞാൻ പാട്ട് ഉച്ചത്തിൽ വെച്ച് പാടിക്കൊണ്ടിരിക്കുന്നത് എന്നച്ഛൻ പറയേ. ഇന്ന് സൺഡേ ആണല്ലോ, എല്ലാവരും ഫ്രീ ആണ്, ഞങ്ങൾ എല്ലാവരും കൂടി ബീച്ചിലേക്ക് പോവുകയാ, അച്ഛൻ വരുന്നുണ്ടോ എന്നവൾ ചോദിക്കുന്നത് കേൾക്കെ. എന്നെയാണോ വിളിച്ചത് എന്ന് അച്ഛനും അമ്പരപ്പോടെ ചോദിക്കുന്നുണ്ട്. അത് എന്നവൾ പറയേ. സത്യമായിട്ടും എന്നെയാണോ വിളിച്ചത് എന്നച്ഛൻ വീണ്ടും ചോദിക്കുന്നുണ്ട്. അതെ, സത്യം തന്നെ എന്ന് നിധി പറയേ. അല്ല മോളെ, അകത്തുള്ളവർക്ക് ഈ വിഷയത്തെ പറ്റി അറിയാമോ എന്ന് ചോദിക്കേ. അവർക്ക് എല്ലാവർക്കും അറിയാം, അവർക്കും അച്ഛൻ കൂടെ വരുന്നത് ഓക്കെ ആണെന്ന് നിധി പറയേ. ഓക്കെ ആണെന്നോ എന്ന് അച്ഛനും അതിശയത്തോടെ ചോദിക്കുന്നുണ്ട്. അച്ഛൻ വരുന്നുണ്ടോ എന്ന് നിധി ചോദിക്കേ. എന്താ മോളെ ഇങ്ങനെ ചോദിക്കുന്നത്, നീ വിളിച്ചാ ഞാൻ വരാതിരിക്കോ, ഗിവ് മീ 1 minute, ഐ വിൽ ഡ്രസ് ചേഞ്ച് ആൻഡ് കം 1 minute എന്ന് പറഞ്ഞ് അച്ഛൻ എഴുന്നേറ്റ് റെഡി ആവാൻ പോവുകയാണ്. അച്ഛൻ സന്തോഷത്തോടെ തളത്തിലൂടെ ഡ്രസ്സ് മാറാനായി പോകുമ്പോഴേക്കും സംശയത്തോടെ നോക്കി നിൽപ്പാ ഹരീഷും സുധീഷും നികേഷുമെല്ലാം. ആ പോക്ക് കണ്ട് നിധിയും പുറകെ കയറി വന്ന് സന്തോഷത്തോടെ വിളിച്ച ഉടനെ റെഡിയാവാൻ പോകുന്നത് കണ്ടോ. പാവം അച്ഛൻ എപ്പോഴും വീട്ടിലിരിക്കുകയല്ലേ, അച്ഛനും കൂടെ വരട്ടെ എന്ന് പറയുകയാ. അവിടെ കടയിൽ ജോലി ചെയ്യുന്ന ഹരീഷിനെ കാണാനായി നീതു വരുന്നുണ്ട്. അവൾ അവന്റെ അരികിൽ ഒരു ചെയറിൽ ചെന്നിരിക്കുന്നുണ്ടെങ്കിലും അവൻ അവളെ മൈൻഡ് ചെയ്യാതെ ജോലി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അവൻ മൈൻഡ് ചെയ്യാത്തത് കാണാൻ നീതു അവനെ ദേഷ്യത്തോടെ ചോദ്യം ചെയ്യുന്നുണ്ട്. താൻ നല്ല ദേഷ്യത്തിലാണെന്നും വഴക്കുണ്ടാക്കാനാണെങ്കിൽ ദയവ് ചെയ്ത് ഇറങ്ങിപ്പോയെന്നും ഹരീഷ് അവളോട് പറയുകയാണ്. താനും ദേഷ്യത്തിലാണെന്നും തന്നെ വീട്ടിലുള്ളവർ തല്ലിച്ചതച്ചെന്നും നീതു പറയേ. എന്തിന് എന്ന് ഹരീഷും ചോദിക്കുന്നുണ്ട്. നിന്നെ പ്രേമിക്കാൻ പാടില്ലെന്ന് പറഞ്ഞ് അവർ എന്നെ അത്രമാത്രം തല്ലിച്ചതച്ചു, അതിനിപ്പോ ഞാൻ എന്തു വേണമെന്ന് ഹരീഷും ചോദിക്കുക. നിന്നെ ലവ് ചെയ്തുകൊണ്ടാ എനിക്ക് അടികിട്ടിയതെന്ന് പറഞ്ഞത് നിനക്ക് കുഴപ്പമില്ലല്ലേ എന്നവൾ വീണ്ടും ദേഷ്യത്തോടെ ചോദിക്കേ. ഇനിയിപ്പോ എന്തു വേണം, നിന്നെ അടിച്ചത് എന്തിനാണെന്നും ചോദിച്ച് ഞാൻ അവരെ പോയി തിരിച്ചടിക്കണോ എന്നവൻ ദേഷ്യത്തോടെ ചോദിക്കേ. ഇപ്പോ എന്നോട് ദേഷ്യപ്പെടുന്നത് എന്തിനാ, നിനക്ക് വേണ്ടിയല്ലേ ഞാൻ അടിയെല്ലാം വാങ്ങിച്ചു കൂട്ടി വന്നത്, നീയും ഇങ്ങനെ പറയാൻ തുടങ്ങിയാൽ എന്താ അതിന്റെ അർത്ഥം എന്നവൾ വിഷമത്തോടെ ചോദിക്കേ. എനിക്ക് വേണ്ടി അടി വാങ്ങിച്ചെന്നോ, നിന്റെ വീട്ടിലെ ആൾക്കാർ നിന്നെ അടിച്ചു, അതിനിപ്പോ ഞാൻ നിന്നെ സമാധാനിപ്പിക്കണം, അവിടെ വന്ന് കണ്ടപ്പോഴല്ലേ നിന്റെ വീടിനെ കുറിച്ച് അറിഞ്ഞത്, ഇത്രയും ചെറിയൊരു വീട്ടിലാണോ നിങ്ങൾ താമസിക്കുന്നത്, വീടൊരു വാടക വീടാ, എന്നിട്ടും വലിയ ബംഗ്ലാവ് പോലെ എന്റെ വീടിനെ മോശം പറഞ്ഞു എന്നവൻ പറയേ. അവർ നിങ്ങളുടെ വീടിന്റെ സൈസിനെ കുറിച്ചല്ല പറഞ്ഞത്, നാട്ടിലാകെ നിങ്ങളുടെ വീടിനെ പറ്റി ഒരു കഥയുണ്ടല്ലോ, ആ കഥയും മനസ്സിൽ വെച്ചാ അവരങ്ങനെ ദേഷ്യപ്പെട്ടത് എന്നവൾ പറയുന്നത് കേൾക്കെ. ഓ അങ്ങനെയാണോ, ആ കഥ നിനക്കും അറിയാമല്ലോ അല്ലേ, പിന്നെന്തിനാ എന്റെ അടുത്ത് സംസാരിക്കാനായി വരുന്നത് എന്ന് ഹരീഷും ചോദിക്കുക. നീതുവും ടെൻഷനോടെ എഴുന്നേറ്റ്. ഹരീഷേ, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, ചേട്ടൻ അതും മനസ്സിൽ വെച്ചാ വന്ന് വഴക്കുണ്ടാക്കിയതെന്നാ പറഞ്ഞേ എന്നവൾ പറയേ.
നിന്റെ മനസ്സിലും അതുള്ളത് കൊണ്ടാണല്ലോ ഇപ്പോ പുറത്തു വന്നത് എന്ന് ഹരീഷ് പറയുന്നുണ്ട്. എന്റെ വീട്ടിൽ ഒരു പ്രശ്നവുമില്ലെന്ന് എനിക്ക് നന്നായി അറിയാം. നാട്ടിലുള്ള ആയിരക്കണക്കിന് ആളുകൾ പലതും പറയും. അതെല്ലാം വിശ്വസിച്ച് നിന്റെ ചേട്ടൻ എന്റെ വീട്ടിൽ വന്ന് വഴക്കുണ്ടാക്കുന്നോ എന്ന് ഹരീഷ് ചോദിക്കുക. ചേട്ടൻ വഴക്കുണ്ടാക്കിയത് മാത്രമാണോ തെറ്റ്? നിങ്ങൾ എന്റെ വീട്ടിൽ വന്ന് വഴക്കുണ്ടാക്കിയതോ എന്ന് നിധു ദേഷ്യത്തോടെ ചോദിക്കേ. നിന്റെ ചേട്ടൻ എന്റെ വീട്ടിൽ വന്ന് വഴക്കുണ്ടാക്കി പോകുമ്പോ ഞാൻ അതും കണ്ട് ചുമ്മാതിരിക്കണോ? എന്റെ വീടും മോശമാണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വീട് എങ്ങനെയുണ്ടെന്ന് എനിക്കും കാണണമല്ലോ എന്ന് ഹരീഷ് ചോദിക്കേ. നിന്റെ ചേട്ടൻ എന്റെ വീടിനെ കുറിച്ച് മോശം പറഞ്ഞപ്പോ നീയും അത് കേട്ടുകൊണ്ടിരുന്നതല്ലേ ഉള്ളൂ. അത് നിനക്ക് തെറ്റായി തോന്നിയതേ ഇല്ലേ എന്ന് നീതു ചോദിക്കുന്നുണ്ട്. നിന്റെ ചേട്ടനും കൂട്ടുകാരും എന്റെ വീട്ടിൽ വന്ന് വഴക്കുണ്ടാക്കിയത് അത്തരത്തിലായിരുന്നു. അതിനു ബദലായി ഞങ്ങളും എന്തെങ്കിലും ചെയ്യണ്ടേ? സുഭാഷേട്ടൻ മാത്രമേ പറഞ്ഞതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കത്തുള്ളൂ. ഞങ്ങളും സുഭാഷേട്ടനെ പോലെ ആവണമെന്ന് ഒരു നിർബന്ധവുമില്ലല്ലോ എന്ന് ഹരീഷ് പറയേ. നിനക്ക് വേണ്ടി ഞാൻ അടി വാങ്ങിച്ചിട്ടാ വന്നത്. എന്നെ ആശ്വസിപ്പിക്കാതെ നീ എന്നെ കുറ്റപ്പെടുത്തുന്നോ എന്ന് നീതു ചോദിക്കുക. നീ എന്തിനു വന്നതാണെന്ന് മനസ്സിലാവുന്നില്ല. എന്റെ കുടുംബത്തെക്കുറിച്ച് മോശം പറയാനായി വന്നതുപോലെയാ തോന്നുന്നത് എന്നവൻ പറയുന്നത് കേൾക്കെ ദേഷ്യത്തോടെ നിനക്ക് വേണ്ടി അടി വാങ്ങിച്ചിട്ട് വന്ന് നിൽക്കുകയാ ഞാൻ. അവരെന്നെ അടിക്കുമ്പോൾ പോലും നിനക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്താ ഞാൻ സംസാരിച്ചത്. എന്തിനാ എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? എന്നോട് ഇറങ്ങിപ്പോവാൻ പറയാതെ പറയുന്നതാണോ എന്ന് നീ ചോദിക്കുന്നുണ്ട്. എന്റെ കുടുംബത്തെ പറ്റി നിന്റെ വീട്ടിലെ ആൾക്കാർ മോശമായി പറയുന്നത് എനിക്ക് സഹിക്കാനാവില്ല എന്ന് ഹരീഷ് പറയേ. അപ്പോ നിനക്ക് നിന്റെ വീടിനെ പറ്റി മാത്രമേ ചിന്തയുള്ളൂ, എന്നെ പറ്റി ഒരു ചിന്തയുമില്ലേ എന്ന് നീ ചോദിക്കുക. എന്റെ വീട്ടിലുള്ള ആരും നിന്നെ ഇതുവരെ കുറ്റപ്പെടുത്തുകയോ പരിഹസിക്കുകയോ ചെയ്തിട്ടില്ലല്ലോ. അപ്പോ പിന്നെ ഞാൻ ഇങ്ങനെ ചെയ്തതിൽ എന്താ തെറ്റെന്ന് ഹരീഷും ചോദിക്കുക. നീതുവും പറയുക. നീ എന്നെ മനസ്സിലാക്കുന്നേ ഇല്ല. എപ്പോഴും വീട് വീട് എന്നൊരു ചിന്തയേ ഉള്ളൂ. എന്നെ പറ്റി ഒന്ന് ഓർക്കാൻ പോലും നിനക്ക് സമയമില്ലേ എന്നവൾ ചോദിക്കേ. എനിക്ക് എന്റെ വീടാണ് പ്രധാനം. നാട്ടുകാർ എന്തൊക്കെ മോശം പറഞ്ഞാലും അതെന്റെ വീടാ. എന്റെ വീടിനും വീട്ടിലെ ആൾക്കാർക്കും വേണ്ടി ഞാൻ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കും എന്നവനും തീർത്തു പറയുക. നിന്നെ സപ്പോർട്ട് ചെയ്ത് നിനക്ക് വേണ്ടി അടിയും വാങ്ങിച്ച് നിൽക്കുന്ന എന്നെ നീ കാണുന്നില്ലേ എന്നവൾ ദേഷ്യത്തോടെ ചോദിക്കേ. ഇപ്പോ എന്താ വേണ്ടത്? നിന്നെ അടിച്ചവരെ ഞാൻ തിരിച്ചടിക്കണോ? എന്നാ വാ പോയി തിരിച്ചടിക്കാം വാ എന്ന് പറഞ്ഞ് ഹരീഷ് അവളെ വിളിക്കുകയാ. നീതുവും ദേഷ്യത്തോടെ നിന്നോടൊക്കെ മനുഷ്യന്മാര് സംസാരിക്കുമോ? നീയും എന്റെ ചേട്ടനും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല എന്നവൾ പറയുന്നത് കേൾക്കെ ദേഷ്യത്തോടെ അവനുമായി എന്നെ താരതമ്യം ചെയ്യരുത്, ഇറങ്ങി പോടി ഇവിടുന്ന് എന്ന് ഹരീഷും ഒച്ചവെക്കുകയാ. ഓ അങ്ങനെയാണോ? മതിയായി, ഇതോടെ എല്ലാം തീർന്നു എന്നവൾ പറയേ. അതെ എല്ലാം തീർന്നു, ഇറങ്ങി പോടി എന്ന് ഹരീഷ് വീണ്ടും പറയുകയാ. ഇറങ്ങി പോടിന്നോ? ഇങ്ങനെയെല്ലാം പറഞ്ഞാ ഞാൻ ബ്രേക്കപ്പ് ചെയ്യും എന്നവൾ പറയേ. നിനക്ക് തോന്നുന്നതെല്ലാം നീ ചെയ്യേ, ഇറങ്ങിപ്പോ എന്ന് ഹരീഷ് ദേഷ്യത്തോടെ പറയുകയാ. ഓ അങ്ങനെയാണോ? എന്നാ നമ്മൾ ബ്രേക്കപ്പ് ചെയ്യാം. ഇനി നിന്നെ കാണാനായി ഞാൻ ഇങ്ങോട്ട് വരത്തേയില്ല എന്നവൾ പറയേ. ഇറങ്ങിപ്പോ എന്ന് ദേഷ്യത്തോടെ ഹരീഷും പറയുകയാ. അത് കേൾക്കെ അവനെ ഒന്ന് നോക്കി ദേഷ്യത്തോടെ നിതുവും ആ കടയിൽ നിന്ന് ഇറങ്ങി പോവുകയാ. അവിടെ സുധീഷും കൂട്ടരും അപ്പോഴേക്കും ബീച്ചിലെത്തിയിരുന്നു. ആ കടലിലെ കാഴ്ചകളും കണ്ട് അവർ കടൽ തീരത്തുകൂടി നടക്കുകയാ. അപ്പോഴാണ് നികേഷ് കടൽ വാങ്ങിച്ചു തരാനായി സുഭാഷ് ഏട്ടനോട് പറയുന്നത്. കഴിക്കാനുള്ളതെല്ലാം താൻ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് സുഭാഷ് പറയേ. കുഴപ്പമില്ല സുഭാഷ് ഏട്ടാ, വാങ്ങിച്ചു കൊടുക്കുന്ന നിധിയും പറയുകയാ. അങ്ങനെ സുഭാഷ് ഏട്ടൻ അവർക്കെല്ലാവർക്കും കടല വാങ്ങിച്ചു നൽകുകയാ. നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഇരുന്നാലോ എന്ന് സുഭാഷ് ഏട്ടൻ ചോദിക്കേ. ഇരിക്കാമെന്ന് നിധിയും സമ്മതിക്കുക. അങ്ങനെ സുഭാഷ് ഒരിടത്ത് ഷീറ്റെല്ലാം ഇരിക്കുമ്പോഴേക്കും നിങ്ങൾ ഇരിക്കെ, ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് ഭാസ്കരൻ അവിടെ നിന്ന് നടന്നു നീങ്ങുകയാ. അതിലിരുന്ന് കടല കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നിധി സുഭാഷ് ഏട്ടാ കുറച്ചു സമയം വെള്ളത്തിലിറങ്ങി കളിച്ചാലോ എന്ന് ചോദിക്കുന്നു. തിരുവനന്തപുരത്ത് വന്ന് 2-3 പ്രാവശ്യം ബീച്ചിലൊക്കെ വന്നിട്ടുണ്ട്, പക്ഷെ ഒരു തവണ പോലും വെള്ളത്തിലിറങ്ങിയിട്ടില്ല. പോയിക്കോട്ടെ സുഭാഷ് ഏട്ടാ എന്നവൾ ചോദിക്കേ. നിനക്ക് നീന്തൽ അറിയാമോ എന്ന് സുഭാഷ് ഏട്ടൻ ചോദിക്കുന്നുണ്ട്. അറിയില്ലെന്ന് അവൾ പറയേ. എന്നാ പിന്നെ പോവേണ്ടെന്ന് സുഭാഷ് ഏട്ടനും. ജസ്റ്റ് ഒന്നും വെള്ളത്തിൽ ഇറങ്ങി നിൽക്കത്തേയുള്ളൂ എന്ന് നിധി അപേക്ഷിക്കേ. ശരി ശരി, എന്നാ പിന്നെ അധിക ദൂരത്തേക്കൊന്നും പോകരുത്, ആ തിരമാല നമ്മളെ എടുത്ത് അങ്ങോട്ട് കൊണ്ടുപോകും എന്ന് സുഭാഷ് ഏട്ടൻ പറയേ. അപ്പൊ സുഭാഷ് ഏട്ടൻ വരുന്നില്ലേ എന്ന് നിധി ചോദിക്കുന്നുണ്ട്. താൻ വരുന്നില്ലെന്ന് സുഭാഷ് ഏട്ടൻ പറയേ. നിധി നിർബന്ധിക്കുന്നുണ്ടെങ്കിലും സുഭാഷും വരില്ലെന്ന് തീർത്തു പറയുകയാ. അങ്ങനെ നിധി നികേഷിന്റെയും സുധീഷിന്റെയും കൂടെ കടലിലേക്ക് പോവുകയാണ്. അവർ 3 പേരും വെള്ളത്തിൽ കളിക്കുന്നത് സുഭാഷ് അവിടെ ഇരുന്ന് മൊബൈലിൽ പകർത്തുന്നുണ്ട്. അതിനിടയിലാണ് നിധി നികേഷെ സുഭാഷ് ഏട്ടനെ വിളിച്ചോണ്ട് വന്നാലോ എന്ന് ചോദിക്കുന്നത്. അതെ, നമ്മളെല്ലാവരും നനഞ്ഞു, സുഭാഷ് ഏട്ടൻ മാത്രം അങ്ങനെ നനയാതിരിക്കണ്ട, വാ വിളിക്കാമെന്ന് പറഞ്ഞ് സുധീഷും കൂട്ടരും സുഭാഷ് ഏട്ടനെ വിളിക്കാനായി വരികയാ. സുഭാഷ് വരുന്നില്ലെന്ന് പറയുന്നുണ്ടെങ്കിലും സുധീഷും നികേഷും സുഭാഷ് ഏട്ടനെ പിടിച്ചു വലിച്ചുകൊണ്ട് വെള്ളത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാ. അങ്ങനെ അവരെല്ലാവരും സന്തോഷത്തോടുകൂടി ആ തിരമാലയിൽ ആർത്തുല്ലസിക്കുകയാ. അപ്പോഴാണ് വെള്ളത്തിലേക്ക് വീഴാൻ പോകുന്ന നിധി സുധീഷിന്റെ കയ്യിൽ മുറുകെ പിടിക്കുന്നത്.
ആ കാഴ്ച സുഭാഷ് ഏട്ടനും സന്തോഷത്തോടെ നോക്കി നിൽപ്പാം. പിന്നീട് സുധീഷും നിധിയും ഒന്നിച്ച് തിരമാലയിൽ കളിക്കുന്നതും തിര വരുമ്പോഴേക്കും പേടിച്ചോടുന്ന നിധിയെ സുധീഷ് ചേർത്ത് പിടിക്കുന്നതുമെല്ലാം സന്തോഷത്തോടെ നോക്കി നിൽപ്പാൻ സുഭാഷ് ഏട്ടൻ. അരികിലായി വെള്ളത്തിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന നികേഷിനോടായി സുഭാഷ് ഏട്ടൻ പറയുന്നുണ്ട്, നികേഷേ നമുക്ക് അപ്പുറത്തേക്ക് പോവാമെന്ന്. എന്ത് സുഭാഷ് ഏട്ടാ എന്ന് അമ്പരപ്പോടെ നികേഷ് ചോദിക്കേ. എടാ അവർ തനിച്ച് സംസാരിക്കട്ടെ, നമ്മൾ അവരെ ഡിസ്റ്റർബ് ചെയ്യണ്ട എന്ന് സുഭാഷ് ഏട്ടൻ പറയുന്നത് കേൾക്കേ സന്തോഷത്തോടെ തിരമാലയിൽ ആർത്തുല്ലസിക്കുന്ന സുധീഷിനെയും നിധിയെയും ശ്രദ്ധിക്കുന്നുണ്ട് നികേഷ്. നികേഷും സന്തോഷത്തോടെ അത് സമ്മതിക്കേ. മോളെ നിധി, ഇവൻ വിശക്കുന്നുണ്ടെന്ന് പറയുന്നു, എന്തെങ്കിലും വാങ്ങിക്കൊടുത്തിട്ട് വരാമെന്ന് സുഭാഷ് ഏട്ടൻ പറയുന്നുണ്ട്. ശരി സുഭാഷ് ഏട്ടാ, നികേഷേ വേഗം വരണം കേട്ടോ എന്ന് നിധി പറയേ അത് സമ്മതിച്ച് സുഭാഷിന്റെ കൂടെ പോവുകയാ നികേഷും. കാര്യം മനസ്സിലായ സുധീഷും ചേട്ടനും അനിയനും കുറച്ചെങ്കിലും ബുദ്ധി വന്നല്ലോ, ഞങ്ങളെ തനിച്ചുവിടാൻ തോന്നിയല്ലോ എന്ന് മനസ്സിൽ പറഞ്ഞ് നിധിയെ വീണ്ടും തിരമാലയിലേക്ക് വിളിക്കുന്നുണ്ട്.